ഈ ഇത്തരം ആശയങ്ങൾ ഉണ്ടായതെല്ലാം എന്നെ പ്രചോദിപ്പിച്ചത് എൻ്റെ യാത്രകളാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ യാത്ര എന്താണെന്ന് ഇപ്പോൾ ഒരു 10 ദിവസം എൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരാൾക്ക് മാത്രമേ യാത്രയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ ഇരുന്ന് സഞ്ചാരം കണ്ടതുകൊണ്ടോ ഒരു വ്ളോഗ് കണ്ടുകൊണ്ടോ അവിടുന്ന് എന്ത് കിട്ടിയെന്ന് മനസ്സിലാവില്ല. ഒരു വ്ളോഗർക്കും അവനുണ്ടായ എൻലൈറ്റൻമെൻറ്റ്, അവനുണ്ടായ മാനസിക വളർച്ച എന്താണെന്ന് ഈ വ്ളോഗിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുന്ന കള്ളു കുടിക്കാൻ പോകുന്ന യാത്രയുണ്ട്, മറ്റു കാര്യങ്ങൾ പോകുന്ന യാത്രയുണ്ട്. അതല്ല ഞാൻ ഈ പറയുന്നത്. പഠിക്കാനും അറിയാനും അനുഭവിക്കാനുമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇത് നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ ജർമ്മനിയിൽ ചെന്ന് അല്ലെങ്കിൽ പോളണ്ടിൽ ചെന്ന് അവിടുത്തെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് സന്ദർശിക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ചരിത്ര സ്ഥലം സന്ദർശിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ വീട് സന്ദർശിക്കാതിരിക്കട്ടെ, ഞാൻ അവിടെ ആ വീടിൻ്റെ പടം വീഡിയോ എടുക്കൽ മാത്രമല്ല ചെയ്യുന്നത്. ആ വീടിനെ അവരെങ്ങനെയാണ് അതിനെ കൃത്യമായി ക്രമമായി സംരക്ഷിച്ചിരിക്കുന്നത്, അതിനെ എങ്ങനെയാണ് വരുന്ന ടൂറിസ്റ്റുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ കയറി കാഴ്ച കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിരിക്കും. നിങ്ങൾ കേരളത്തിലെ എത്ര മഹാൻ ജീവിച്ച വീട്ടിലും കയറിയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കരയണമെന്നൊരു നിർബന്ധമില്ല. ഇത് രണ്ട് രീതിയിൽ ഒരു വസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ വ്യത്യാസമാണ്. ഞാൻ അതിൽ നിന്നും പഠിച്ചൊരു പാഠമുണ്ട്. ആൻ ഫ്രാങ്ക് മരിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതം ഒരു പാഠപുസ്തകം ആവില്ലായിരുന്നു. ആൻ ഫ്രാങ്കിനേക്കാൾ ദുരിതം അനുഭവിച്ച ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യർ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ആൻ ഫ്രാങ്ക് എങ്ങനെ ഒരു ചരിത്ര വനിതയായി മാറി, ഒരു പെൺകുട്ടി ചരിത്രത്തിൻ്റെ ഭാഗമായി, അതിനെ എങ്ങനെ അവതരിപ്പിച്ചു എന്നതല്ലേ വ്യത്യാസം. അവരുടെ ജീവിതത്തെ എങ്ങനെ വരും തലമുറയ്ക്ക് മുമ്പ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു. കേരളത്തിലെ ഏത് കോരൻ എന്ന് പറയുന്നത് നമ്മൾ അതിസാധാരണക്കാരൻ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ. കോരനെ കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുന്ന അതിസാധാരണക്കാരൻ, ദരിദ്രൻ. അവനെയും ഒരു ക്യാമറയ്ക്ക് മുമ്പ് വിളിച്ചിരുത്തി അവൻ്റെ കഥ പറയിച്ചാൽ നിങ്ങളുടെ കണ്ണ് നനയിക്കാൻ പറ്റും. പറയേണ്ട രീതി പറയിപ്പിച്ചാൽ അത് കേൾക്കാൻ ആളുണ്ടാവും. ഇത് ഞാൻ പഠിച്ചതിലോ അതാണ് ഈ ലോക യാത്ര നടത്തിയാൽ നിങ്ങൾക്ക് എന്ത് വിവരം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം, എൻ്റെ സർവ്വ പരിപാടികളുടെയും, എൻ്റെ ബിസിനസ്സിൻ്റെ ഉൾപ്പെടെ, ഞാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഉൾപ്പെടെ, ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളുടെയും പിന്നിൽ യാത്രയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ ചോദിച്ചല്ലോ, ഒരു ക്യാമറയുമായിട്ട് ഒരാൾ വരുമ്പോൾ പണ്ട് എന്തും നിങ്ങൾക്ക് പറയാമായിരുന്നു, ഇപ്പം ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ അതിനെ നേരിടാൻ ടെൻഷൻ ഉണ്ടോന്ന്? ഒരു ടെൻഷനുമില്ല. കാരണം എനിക്ക് എൻ്റെ ആശയങ്ങൾ അത് റിഫൈൻഡ് ആണെന്നും അതെനിക്ക് ധൈര്യപൂർവ്വം ഏത് നിമിഷവും ആരുടെ മുമ്പിലും പറയാം. അത് മുഖ്യമന്ത്രിയുടെ മുമ്പിലിരുന്നും, പ്രധാനമന്ത്രിയുടെ മുമ്പിലിരുന്നും, UN സെക്രട്ടറി ജനറലിൻ്റെ മുമ്പിലിരുന്നും, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മുമ്പിലിരുന്നും പറയാൻ എനിക്ക് ഒരു ധൈര്യക്കുറവില്ലെന്നും. കാരണം അവരെക്കാളൊക്കെ യാത്രയിലൂടെ അനുഭവങ്ങൾ നേടിയ ആളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്.